ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ചറപ്പിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആമുഖമായി എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റിള നേടിയെടുക്കുന്നത് മാനസിക ബുദ്ധിയോടെ മുന്നേറുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുൽ റൂമിലെ 54-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതിക്കളിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ വിവിധ വഴികളിൽ വ്യത്യസ്ത പ്രായങ്ങളിലൂടെ കടന്നു വന്ന് ജീവിത സായാഹ്ന സമയത്തെത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് ഈ ആയത്തിന്റെ ഇതിവൃത്തം, അതിന്റെ സംക്ഷിപ്തം സന്ദേശം എന്ന് പറയുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമന്യേ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമാണ്. യാതൊരു വിവേചനവും മനുഷ്യർക്കിടക്ക് ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി മതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളിൽ വിശിഷ്യ വിശ്വാസി സമൂഹം ഇസ്ലാമിക ഉമ്മത്ത് അതിൽ മാതൃകയുമായി തീരണം. എന്നാൽ മനുഷ്യബന്ധങ്ങളിൽ അതിന്റെ വിവിധ പ്രായങ്ങളെ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഈ പുതിയ കാലത്ത് പലപ്പോഴും അവഗണന നേരിടുന്നത്, വേണ്ട വിധത്തിലുള്ള പരിഗണന ജീവിതത്തിന്റെ ഭിന്ന മേഖലകളിൽ ലഭിക്കപ്പെടാതെ പോകുന്നത്
പ്രായം ചെന്ന ആളുകൾക്കാണ് എന്ന് പല അനുഭവങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സന്നദ്ധ സംവിധാനങ്ങൾക്കിടക്ക് പ്രായം ചെന്ന ആളുകളുടെ വിഷയം മുഖ്യ പ്രമേയമായി എടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡ് പേഴ്സൺസ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുകയും വിവിധ രാജ്യങ്ങളുടെ കണക്കെടുത്തുകൊണ്ട് അവിടുത്തെ യുവജന വിഭാഗങ്ങളെ കടത്തിവെട്ടി പ്രായാധിക്യം കൊണ്ട് ഇന്നിന്ന രാജ്യങ്ങളിലൊക്കെ വരാനിരിക്കുന്ന കാലത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അവരുടെ സംരക്ഷണ വിഷയത്തിൽ പല പ്രതിബന്ധങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന മെസ്സേജ് നൽകിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 15%-ലധികം 2036 എത്തുമ്പോൾ 23%-ലധികം പ്രായം ചെന്നവരുടെ വിഷയം വലിയ ചർച്ചക്കുള്ള അവരുടെ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹ്യ പ്രതിസന്ധിയും വിഷയവുമായി തീരും എന്നവരുടെ റിപ്പോർട്ടും വായിക്കാൻ കഴിയണം. മാത്രവുമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നും അതേപോലെ ഈ രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതിഗതികളിൽ നിന്നും ജന്മനാട് വിട്ടേച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നവരെ വിദ്യാഭ്യാസ മേഖലകളും അതേപോലെ തന്നെ തൊഴിൽ സാധ്യതകളും ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നീട് അവിടെ തന്നെ റെസിഡൻഷ്യലായി അവിടെ കൂടുകയും പ്രായം ചെന്ന മാതാപിതാക്കൾ പലപ്പോഴും സംരക്ഷണം ലഭിക്കപ്പെടാതെ പോകുന്ന ധാരാളം റിപ്പോർട്ടുകളും അനുഭവങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതല്ലാതെ തന്നെ പ്രായം ചെന്ന ആളുകളോടുള്ള സമീപനം, ജനറേഷൻ ഗ്യാപ്പുകൾ ഉണ്ട്. ആ ജനറേഷൻ ഗ്യാപ്പുകളെ മാന്യമായി വളരെ വിനയത്തോടെ പരിഗണിച്ച് മനസ്സിലാക്കേണ്ടതിന് ബദലായിട്ടുണ്ട് പലപ്പോഴും യുവാക്കളിൽ നിന്ന് അതല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരിൽ നിന്ന് പ്രായമുള്ള ആളുകൾ പരിഹസിക്കപ്പെടുന്ന അനുഭവങ്ങൾക്കും സമൂഹം സാക്ഷിയാണ്. അതിൽ കുടുംബമെന്നോ അയൽപക്ക ജീവിതമെന്നോ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെന്നോ വാഹനമെന്നോ അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അറിയാറുണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെ നിയമങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, എന്തൊക്കെ പരിഷ്കരിക്കപ്പെട്ടാലും അതില്ലെങ്കിലും മനുഷ്യ സമൂഹത്തിന് മതബോധം അഥവാ ഇസ്ലാമിക ഉമ്മത്തിന് പ്രത്യേകിച്ച് ഇസ്ലാമിക വിധിവിലക്കുകൾ പ്രായം ചെന്ന ആളുകളെ ഏത് രൂപത്തിൽ പരിഗണിക്കണം, ആദരിക്കണം, മാനിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സന്ദേശം പാഠം നൽകുന്നുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും പിറന്നു വീണ ഏതൊരു കുഞ്ഞും ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്കത, പ്രായാധിക്യം അതെല്ലാം ജീവിതത്തിൽ ആയുസ് ദൈർഘ്യം അനുഗ്രഹമായി ലഭിക്കപ്പെടുകയാണ് എങ്കിൽ ആ വഴികളിലൂടെയെല്ലാം പ്രായത്തിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് ചുവന്ന ഇല പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കരുത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മാത്രവുമല്ല, പ്രായാധിക്യമുള്ള ആളുകൾ ജീവിതത്തിന്റെ അനുഭവസ്ഥരാണ്. തൊക്ക് ചുളിയുന്നത്, തൊലി ചുളിയുന്നത്, ആ തൊലി ചുളിഞ്ഞതിന്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ ആഴങ്ങളാണ് എന്ന വകതിരിവ്, തിരിച്ചറിവ് പുതുതലമുറക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സംസാരിച്ച 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, അല്ലാഹു ആണ് നിങ്ങളെ ദുർബലതയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദുർബലരാണ്. ഇതര ജീവജാലങ്ങളെ പോലെയല്ല. സൃഷ്ടിക്കപ്പെടുന്ന ഓരോ കുഞ്ഞിനും എല്ലാ അർത്ഥത്തിലുമുള്ള പരിപാലനവും സ്നേഹവും സംരക്ഷണവും ആവശ്യമാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾ പ്രായം പുഷ്ടിപ്പെട്ട് വളർന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുവ്വത്ത്, ശക്തി നൽകും. യൗവനത്തിന്റെ, കൗമാരത്തിന്റെ, ബാല്യത്തിന്റെ ഒക്കെ ശക്തി അല്ലാഹു നിഅമത്തായി നിങ്ങൾക്ക് നൽകും. എന്നാൽ ആ ശക്തിയുള്ള യൗവനവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ദുർബലതയിലേക്ക് തന്നെ പോകുമ്പോൾ നിലയിലേക്ക് അഥവാ നിലച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടാവും. അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിലാണ് പടച്ചറപ്പ് സൃഷ്ടിക്കുന്നത്.
വഹുവൽ അലീമുൽ ഖദീർ, അല്ലാഹു സർവജ്ഞനും സർവകാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിവുറ്റവനുമാകുന്നു. എല്ലാവരും ആയുസ് ലഭിക്കുകയാണ് എങ്കിൽ പ്രായത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകാനുള്ളവരാണ് എന്ന ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിലേക്ക് പ്രായം ചെന്ന ഒരു മനുഷ്യൻ വരികയാണ്. പ്രവാചകന്റെ മജ്‌ലിസിലേക്ക് ഒരു ശൈഖ് അഥവാ പ്രായം ചെന്ന ഒരു സഹോദരൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സൗകര്യം നൽകാൻ നിലവിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു അമാനത്തുണ്ടായി, ചെറിയൊരു ടൈം ഉണ്ടായി. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഖാല ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ വലം യർഹം സഗീറനാ. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവരല്ല. പ്രവാചകൻ ഒരു ഉപചാരം, ഒരു കൾച്ചർ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്കാരം എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് കൃത്യമായ മെസ്സേജ് കാരുണ്യകാതലായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവെക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ട വിഷയം മുന്നേ പ്രവാചകൻ പങ്കുവെക്കുകയാണ്. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ, ഇസ്ലാമിക ആത്മീയതയുടെ പല വിധിവിലക്കുകളും പാലിക്കുന്നു, പ്രയോഗവൽക്കരിക്കുന്നു എങ്കിലും ഈ വിഷയത്തിൽ അലസത, അമാന്തം, അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ ഒരു അവഗണന തെല്ല് വന്നു കഴിഞ്ഞാൽ, ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ, നമ്മിലെ മുതിർന്നവരെ, ഓൾഡ് ഏജിന് അനുഭവ സമ്പത്തുള്ളവരെ, ജീവിത സായാഹ്നത്തിലേക്ക് യാത്ര തിരിച്ചവരെ പരിഗണിക്കാതെ ബഹുമാനിക്കാതിരിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറയാം. അതേപോലെ വലം യർഹം സഗീറനാ, എല്ലാ പ്രായക്കാരും മനസ്സിലാക്കണം. വലം യർഹം സഗീറനാ, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. രണ്ട് തലമുറയെയും എത്ര സർഗാത്മകമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മേളിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, ആരെങ്കിലും പടച്ച റബ്ബിന്റെ പ്രതാപത്തെ ഗൗരവിക്കുന്നു എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ, ഇസ്സത്തിനെ മാനിക്കുന്നു എങ്കിൽ, ഞാൻ പടച്ച റബ്ബിന്റെ വഖാറത്ത് ഗൗരവം നൽകുന്നു എന്ന് ന്യായം ഉണ്ട് എങ്കിൽ, അത് നിങ്ങൾ തെളിയിക്കപ്പെടേണ്ടത് ഇക്റാമിൽ ശൈബത്തിൽ മുസ്ലിം, ശൈബത്ത് നിരയുള്ള അഥവാ പ്രായമുള്ള മനുഷ്യരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, നരബാധിച്ച മനുഷ്യരോട് ആദരവ് കാണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പടച്ച റബ്ബിലുള്ള വിശ്വാസവും ആ റബ്ബിലുള്ള വിശ്വാസത്തിന്റെ ഔന്നിത്യവും തെളിയിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്ര മനോഹരമായ ഹദീസുകളാണ്. ഈ ഹദീസുകളൊക്കെ ഈ ഉമ്മത്ത്, ഈ സമൂഹം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, ഞാൻ ആമുഖത്തിൽ പങ്കുവെച്ച പല പരാധീനതകളും ഈ പ്രശ്നത്തിൽ ഉണ്ടാവുകയില്ല. അതിനാണ് സ്പിരിച്വാലിറ്റി, അതിനാണ് ധർമ്മബോധം, ആത്മീയ ബോധം എന്നൊക്കെ പറയുന്നത്. ഫ്രീ തിങ്കേഴ്സിനും ലിബറലിസ്റ്റുകൾക്കും XY ടീമുകൾക്കും എച്ചിസ്റ്റുകൾക്കും ഒന്നും സമൂഹത്തിൽ സംഭാവന ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, സാമൂഹിക വിരോധാഭാസത്തിന്റെ, അധർമ്മത്തിന്റെ പടുകുഴികളെ സംബന്ധിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം, മറ്റൊരു ഹദീസ്, മാ അക്റമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മിൻ മൻ യക്റമുഹു ഇൻദ സിന്നിഹി മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അക്റമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി, ഒരു ശാബ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് പ്രായം ചെന്ന ഒരു മനുഷ്യനെ ആദരിക്കുകയാണ് എങ്കിൽ, ഇല്ല, ആ യൗവനമാകുന്ന സമയത്ത് പ്രായം ചെന്ന ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്തു കഴിഞ്ഞാൽ, പരിഗണിക്കേണ്ടത് പരിഗണിച്ചു കഴിഞ്ഞാൽ, ഓരോ ഒക്കേഷനാണ്, ഓരോ സാഹചര്യമാണ്, ആരും നമ്മോട് പറയേണ്ടതില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് തന്നെ ഈ ധർമ്മ ചിന്തകൾ വഴി കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, ഇൽമുൽ ഹാജ, സാഹചര്യങ്ങളുടെ തേട്ടം അനുസരിച്ച് ഇടപെടാൻ നമുക്ക് കഴിയണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാം, നമുക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ പ്രായം ചെന്ന ആളുകൾ അവശതയുടെ മുഖഭാവം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് കൊടുത്ത് പരിഗണിച്ച് ഇരുത്തിക്കഴിഞ്ഞാൽ അത് ആശ്വാസമായി തീരും. അത് ഇക്റാമാണ്, അത് അക്രമ എന്നതിന്റെ ഭാഗമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ അവസരങ്ങൾ ഉണ്ടാകും. അതാത് അവസരങ്ങളിലൊക്കെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, പ്രായാധിക്യമുള്ള ആളുകൾ, ഇവരിൽ നിന്ന് വീഴ്ചകൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതികൾ, ഇപ്പോഴും അവർക്ക് ഡിഗ്നിറ്റി കൊടുക്കുക, അവരെ പരിഗണിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ പരിപാലിക്കുക. ഇതിനു വേണ്ടി ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ തന്റെ സമ്പത്തോ സാന്നിധ്യമോ തന്റെ സേവനമോ
ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇല്ല ഖയ്യറല്ലാഹ്, അല്ലാഹു അവർക്ക് പകരം നൽകുന്നതാണ്. ലഹു മിൻ മൻ യക്രിമുഹു ഇൻദ സിന്നിഹി, അവൻ പ്രായാധിക്യത്തിന്റെ സമയത്തെത്തുമ്പോൾ, അവർക്ക് പ്രായാധിക്യമാകുന്ന സമയത്ത് അവൻ ആദരിക്കാനും സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഏർപ്പാടാക്കുന്നതാണ്, സംവിധാനം ഒരുക്കുന്നതാണ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഈ ഒരു ചിന്ത വേണം. നമ്മൾ ഏത് പോസ്റ്റിലുമാകാം, ഏത് ഹോൾഡുള്ളവരുമാകാം, ഏത് പദവികളിലുമാകാം. അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലായിരുന്നാലും നമുക്ക് എന്തൊക്കെ ഹോൾഡുകളും കഴിവുകളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രായം ചെന്ന മനുഷ്യരെ കാണുന്ന സമയത്ത് അവരെ പ്രത്യേകം പരിഗണിക്കാൻ കഴിയണം. അവരുടെ വിഷയമാണ്. അതിനൊരു വയോജന കമ്മീഷൻ ആവശ്യമില്ല. പ്രായം ചെന്ന ആളുകളെ ഇങ്ങനെ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷാ നടപടികളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വിശ്വാസി സമൂഹത്തിനില്ല. മാതാപിതാക്കളൊക്കെ പ്രായം ചെല്ലുമ്പോൾ അവരുടെ വിഷയമാണ് ഇപ്പൊ സമൂഹത്തിൽ വലിയ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ നേരെ തന്നെ കൈകാര്യം ചെയ്തു. മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരോട് ആദരവ് കാണിക്കുകയും മാന്യമായി പെരുമാറുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പറയേണ്ടതില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന്റെ മതവും മനഃശാസ്ത്രവും അനുസരിച്ചാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. നീ ജീവിച്ചിരിക്കെ നിന്റെ സമീപത്ത്, നിന്റെ വീട്ടിൽ, അവരുടെ വീട്ടിൽ, നിന്റെ ഓരത്ത്, ചാരത്ത് നിന്റെ മാതാവോ പിതാവോ കിലാഹുമ, അതല്ലെങ്കിൽ അവർ ഒരുമിച്ചോ പ്രായത്തിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രായാധിക്യമുള്ളവരായി കഴിഞ്ഞാൽ, എന്ന ഒരു വാക്കുപോലും അവരോട് പറയാൻ പാടില്ല. കാരണം മാതാപിതാക്കൾ മധ്യവയസ്കതയിലാകുമ്പോൾ, ആരോഗ്യമുള്ള സമയത്താകുമ്പോൾ ഒന്നും കണ്ട് പറഞ്ഞാൽ രണ്ടെണ്ണം തരാൻ കഴിയും, അവർക്ക് പ്രതികരിക്കാൻ കഴിയും. മനസ്സ് ആ രൂപത്തിൽ പവർഫുൾ സമയമായിരിക്കും. എന്നാൽ ശരീരവും മനസ്സും തളരുന്ന ജീവിതത്തിന്റെ പ്രായാധിക്യ സമയത്തെ ഒരിക്കലും ചൂഷണം ചെയ്യരുത്, പ്രയാസപ്പെടുത്തരുത്. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രായം ചെന്ന അവസ്ഥയിൽ അവർക്കൊരു പ്രത്യേക പരിഗണന നിന്റെ സംസാരത്തിലും സമീപനത്തിലും അതേപോലെ തന്നെ പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാകണം. അത് അവലാത്തുലഹുമ എന്ന് പറയാം, പരിഗണിക്കാൻ പറയാം. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രം ഹിജ്റയുടെയും ആശൂറ താസ്വാന്റെയും സമയത്ത് നമ്മൾ പങ്കുവെച്ചപ്പോൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തി. അവിടെ കിണറിന്റെ സമീപത്ത് ഇരിക്കുമ്പോൾ അവിടേക്ക് രണ്ട് പെൺകുട്ടികൾ വരുന്നവർ മാറി നിൽക്കുന്നു. അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല, ചോദിക്കുന്നു. അവസാനം ബാക്കിയുള്ളവരൊക്കെ എടുത്ത്, എന്നിട്ട് ഞങ്ങൾ വെള്ളം എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഇടപെടാനുള്ള കാരണം ആ രണ്ട് പെൺമക്കൾ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കളാണ്. അവര് ആ പറഞ്ഞത് അബൂന ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പ പ്രായമുള്ള ഉപ്പയാണ് എന്നാണ്. പ്രായമുള്ള ഉപ്പയുടെ മക്കളാണ് എന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ട മാത്രയിൽ തന്നെ ആ വിഷയത്തിൽ ഇടപെടാണ്. അതാ പ്രായം ചെന്ന ഒരു പിതാവിനെ മാനിച്ചുകൊണ്ട് ആ മക്കളുടെ വിഷയത്തിൽ ഇടപെട്ട ആ കാര്യം സംവിധാനം സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിൽ മക്ക വിജയത്തിന്റെ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ കൊണ്ടുവരാണ്. പ്രായത്തിന്റെ അവസ്ഥ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അബൂബക്കർ എന്താ ഇത്ര പ്രായാധിക്യമുള്ള സമയത്ത് ഈ പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയാം. അങ്ങോട്ട് വരുമായിരുന്നല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പ്രായമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യാം. പല ഓഫീസുകളിലും കയറിയിറങ്ങി പ്രായമുള്ള ആളുകൾ മുഖഭാവം, ചില ഫയലുകൾ ശരിയാക്കുന്നതിന് വേണ്ടി അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നിർനിമേഷരായി നിൽക്കുന്ന എത്ര മുഖങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒരു മുസ്ലിമാണ് ഉദ്യോഗസ്ഥയെങ്കിൽ, ഒരു മുസ്ലിമാണ് അത്തരത്തിൽ ഹോൾഡുള്ള പദവികൾ, കാര്യങ്ങൾ ഏറ്റെടുത്തത് എങ്കിൽ പ്രായമുള്ള ആളുകളെ പ്രത്യേകം പരിഗണിച്ച് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കും. അത്തരം ചരിത്രത്തിന്റെ ചിന്തകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ അവഗണിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, പരിഗണിക്കപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് നിർവഹിക്കപ്പെടേണ്ട നന്മ പറഞ്ഞെടുത്ത് മരണത്തിന് ശേഷം പിന്നീട് എന്തൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നിടത്ത് ഹദീസുകൾ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സമകാലികൾ, നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ജീവിച്ചവർ, നിന്റെ ഉപ്പയും ഉമ്മയും മരിച്ചു വിരിഞ്ഞിട്ട് അവർ ജീവിച്ചിരിക്കുന്നു എങ്കിൽ ആ സുഹൃത്തുക്കളെ നീ കാണുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണം കേട്ടോ. പാപ്പ വീട്ടിലുണ്ടായ സമയത്ത്
ആ വാപ്പയുടെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും, പല ആവശ്യങ്ങൾക്കും. ഉമ്മയുടെ കൂട്ടുകാരികൾ ആ പ്രായത്തിൽ അവർ വന്നിട്ടുണ്ടാകും. വാപ്പിന്റെയും മരിച്ചു പിന്നെ അവർ മെയിൻ ചെയ്യാതിരിക്കരുത്. ആളുകൾ അങ്ങനെ ഹോട്ടലിൽ കയറിയാൽ തിരിഞ്ഞിരിക്കും. കാരണം എന്താ, വാപ്പാന്റെ സുഹൃത്ത് അപ്പുറത്തന്നെ. തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പൈസ ഇറക്കേണ്ടി വരും അല്ലെ? ബസ്സിൽ കയറി കഴിഞ്ഞാൽ സീറ്റിൽ നിൽക്കുക, പിന്നെ മൊബൈലിൽ തന്നെ നോക്കുക. കാരണം പുറത്ത് പരിചയമുള്ള പ്രായമുള്ള ആളുണ്ട്, അഥവാ കണ്ട എണീറ്റ് കൊടുക്കേണ്ടി വരും ഇത്രയും, അല്ലെങ്കിൽ ബസ് ഫെയർ കൊടുക്കേണ്ടി വരും. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. എന്നാൽ ഒരു വിശ്വാസിയുടെ ചിന്ത എങ്ങോട്ടോ, എന്റെ ഉപ്പയുടെ സുഹൃത്താ ചങ്ങാതി, എന്റെ ഉമ്മയുടെ കൂട്ടുകാരിയാണ്. അപ്പൊ അവരുടെ വിഷയം കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുന്നിടത്ത് ഇങ്ങനെയൊക്കെ പ്രായം ചെന്നവരെ പരിഗണിക്കുന്നതിന്റെ മനോഹരമായ നിമിഷങ്ങൾ, പ്രവാചക വചനങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഉമ്മത്തിന്റെ അംഗങ്ങളാണ് നമ്മളും നമ്മുടെ മക്കൾക്കും പുതുതലമുറകളും ഒക്കെ ഈ ഒരു സന്ദേശവും ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى واشهد ان لا اله الا الله وحده لا شريك له صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ്വ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി തസ്ബീഹത്തോടെ ജീവിക്കുന്ന മുഅ്മിനുകളിൽ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ശിഷ്യ നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലുഷ്യം നിറഞ്ഞ ഒരു കാലത്ത് സമകാലിക ഇന്ത്യയിലെ പുതുതലമുറയിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക അത് വലിയ തീയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സീറ്റുകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നീറ്റ് എക്സാമിലെ അഴിമതി, അതേപോലെയുള്ള മത്സര പരീക്ഷകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ വിശ്വാസികൾക്ക് സാധ്യമല്ല. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയിലും നന്മയിലും വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നീതി നിഷേധിക്കപ്പെടുന്ന രംഗങ്ങൾ ആഗോളതലത്തിലാകട്ടെ, ദേശീയ തലത്തിലാകട്ടെ, അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലാകട്ടെ, നീതി നിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ നീതിയെ ഉയർത്തിപ്പിടിക്കുക എന്നത് വിശ്വാസികൾ നിർബന്ധമായി നിർവഹിക്കേണ്ടതാണ്. അപ്പൊ നേർക്ക് നേരെ ആ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കാതെ വന്നാലും നമ്മൾ നമ്മിൽ തന്നെ ഒരു ആത്മഭാഷണം നടത്തി കുടുംബത്തിലൊക്കെ ചർച്ചയാക്കി. കാരണം ഇതിന്റെ വേദന, സാക്ഷി എന്ന് പറയുന്ന 20 വയസ്സുള്ള പെൺകുട്ടി അടിയേറ്റ് വെന്റിലേറ്ററിൽ കിടന്ന് ആ കുട്ടിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈറനണിഞ്ഞ കണ്ണുകളുമായി മാതാപിതാക്കൾ ഹോസ്പിറ്റൽ വരാന്തയിൽ ഓടുന്നതിന്റെ ചിത്രീകരണം കണ്ടവരാണ് നമ്മൾ. ഏത് രൂപത്തിലാണ് തല്ലിച്ചതക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടത്. മൻറഹാമിൽക്കും മുൻകർ, ഒരു തിന്മ, ഒരു അധർമ്മം, അന്യായ അക്രമം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കൈകൊണ്ട്, നാവുകൊണ്ട്, മനസ്സുകൊണ്ടെങ്കിലും പ്രതിരോധം സൃഷ്ടിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന്റെ ഗതിവിഗതികളിൽ വിദ്യാർത്ഥി സമൂഹത്തിനും ഇവിടെ ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്കും സഹവർത്തനവും സമാധാനവുമുള്ള അന്തരീക്ഷം നിലനിർത്തി തരുമാറാകട്ടെ. ഈ നീതി നിഷേധം വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാമിക ഉമ്മത്ത് ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, SIRന്റെ മറവിൽ 12 സ്റ്റേറ്റുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പിലാക്കിയതിലൂടെ 6 കോടിയോളം ആളുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടത്. ബംഗാളിൽ മാത്രം 1 കോടിയോളമാണ്. നമ്മളറിയാം ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ആവലാതിയും വേവലാതിയും ഇല്ലാതെ ഒരു സാക്ഷര സമ്പന്ന, കോമൺ സെൻസും കോൺഷ്യസും ഉള്ള ഒരു സ്റ്റേറ്റിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ തണലിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അരക്ഷിതമായ സാഹചര്യം, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ റേഷൻ കാർഡിലേക്കും മനുഷ്യന്റെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട അടിസ്ഥാന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടലാണ് അതിന്റെ അടുത്ത ഘട്ടം. പൗരത്വ നിഷേധത്തിൽ വരെ എത്തി നിൽക്കുന്നതാണ്. നമ്മൾ അറിയാം, ഇതൊക്കെ നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം, കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി തിരിച്ചറിഞ്ഞാണ്. മാത്രമല്ല, മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്
അതിന്റെ കണക്കുകൾ. അതേപോലെ തന്നെ ഈ രാജ്യത്ത് 45 ദിവസങ്ങൾ കിടക്കാണ് 25ഓളം ആരാധനാലയങ്ങൾ ബുൾഡോസർ പൊളിച്ചടക്കലും ഇടയാണ്. 25ഓളം മസ്ജിദുകൾ ഉൾപ്പെടെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിഷയങ്ങളും അത് സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ രീതിയും അതിന്റെ പിന്നാമ്പുറങ്ങളും ഒക്കെ അറിയുന്നവരെല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കണം, നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം, നീതിബോധമുള്ളവരാകണം, ശബ്ദിക്കാൻ പറ്റുന്നത് ശബ്ദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും വേണം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്തിലും 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിലും റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിന് 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കപ്പെടേണ്ട സമയം ജന്മനാടിനു വേണ്ടി ക്രിയാത്മകമായ ചിന്തയിലൂടെയും ഇടപെടലിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി നിലനിർത്തേണമേ. ജന്മനാട്ടിൽ അരക്ഷിതരായി തീരുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീ സംരക്ഷിതരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സവിശേഷ സമയങ്ങളിൽ ഇത്തരം പ്രാർത്ഥനകൾ കൂടി ഇടം കൊടുക്കേണ്ട സമയമാണ് എന്ന തിരിച്ചറിവ് ഈ പുതിയ കാല പ്രശ്നങ്ങൾക്കിടക്ക് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നു ഭവിച്ച സർവ്വ പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുന്ന, അതിജീവനം നേടിയെടുക്കുന്ന, അതിന്റെ മതപരവും മാനവികവും മതേതരവും ജനാധിപത്യപരവുമായിട്ടുള്ള വളർച്ചയിലൂടെ തിരിച്ചറിവിലൂടെ അതിനെല്ലാം അതിജീവിക്കുന്ന വിധത്തിൽ അല്ലാഹു ഈ രാജ്യനിവാസികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടെ സഹവർത്തനത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കും വരും തലമുറകൾക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികളായ ആളുകൾ, പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ചികിത്സ ഫലപ്രദമാക്കി തീർക്കുമാറാകട്ടെ. വലിയ അസുഖങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് ശമനവും സംരക്ഷണവും പ്രതിരോധവും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم انصر المظلومين في جميع أنحاء العالم، اللهم انصر المظلومين في وطننا، اللهم انصر المظلومين في الشرق الأوسط، اللهم انصر المظلومين في لبنان وإيران وفي جميع أنحاء العالم، اللهم دمر من دمره، أهلك من أهلكه. ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. وآخر دعوانا أن الحمد لله رب العالمين.